പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ കുറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ കുറേ എപ്പിസോഡുകളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ ജീവിതഭാരം, ഒരാളുടെ തലയിൽ വന്നു ചേരുന്ന ജീവിതഭാരങ്ങളെ കുറിച്ച്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക, അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക. നാരദ ഭക്തി സൂത്രത്തില് നാരദ മഹർഷി പറയുന്നു, വാദോന അവലംബ്യ എന്ന് വെച്ചാൽ വാദപ്രതിവാദങ്ങളെ ആശ്രയിക്കരുത്, അവലംബമാക്കരുത്. അനാവശ്യ ചർച്ചകളിലും നമ്മൾ മുഴുകരുത്. എന്താണ് വാദപ്രതിവാദങ്ങളിൽ സംഭവിക്കുന്നത്? 600 കോടി ജനസംഖ്യ ലോകം ഒട്ടുക്കുണ്ട്. ഈ 600 കോടി ആൾക്കാർക്കും ഓരോ ആശയങ്ങളുണ്ട്. ഈ 600 കോടി ആൾക്കാരിൽ ഓരോരുത്തരും സ്വന്തം ആശയം ശരിയാണെന്ന് വിചാരിക്കും. ഞാൻ വിശ്വസിക്കുന്നതാണ് ശരി. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ജീവിയും അവരുടെ ആശയം ശരിയാണ്, 100% ശരിയെന്ന് വിശ്വസിക്കും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ വാദപ്രതിവാദത്തിൽ ഒരാളെ തോൽപ്പിച്ചു, എന്താ സംഭവിക്കുക? അയാൾ നമ്മുടെ ശത്രുവായി മാറും. ജീവിതകാലം മുഴുവൻ അയാൾ നിങ്ങളെ കുടുംബത്തിൽ ശപിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അയാൾ ജയിച്ചു വിചാരിക്കുക, നമ്മളെന്താ ചെയ്യുക? അയാളെ വെറുക്കും, അയാളെ ശത്രുവായി കാണും, അല്ലേ? ജീവിതകാലം മുഴുവൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കും, സ്വയം അപമാനിതനായി തോന്നും, അല്ലേ? അതുകൊണ്ട് വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം. ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വാദപ്രതിവാദം, അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കണം. എന്ത് വാദപ്രതിവാദം നടത്തി വിജയിച്ചാലും അയാളുടെ ആശയം അയാൾ മാറാൻ പോകുന്നില്ല, ഒരാളും മാറില്ല. ചർച്ച ചെയ്ത് വിജയിച്ചാലും അവരുടെ ആശയം അവർ മാറ്റാൻ പോകില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മനു പറഞ്ഞിരിക്കുന്നു, മനുഷ്യരെല്ലായ്പ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു. ഭീഷ്മർ പറഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടുന്നു. വിതുരൻ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇതിൽ പ്രപഞ്ചം മുഴുവൻ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു, ഇത് അന്ധതാമിശ്രമം നരകമാണെന്ന് പറയും. മഹാഭാരതത്തിൽ തന്നെ യക്ഷൻ ധർമ്മപുത്രയോട് ചോദിക്കുന്നു, ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞിരിക്കുന്നു? ആ ധർമ്മപുത്ര കൊടുത്ത മറുപടി അജ്ഞത എന്നാണ്. ഈ ലോകം മുഴുവൻ അജ്ഞത നിറഞ്ഞിരിക്കുന്നു. അവിടെയുള്ളത് മുഴുവൻ അജ്ഞന്മാരാണ്, ഇല്ലേ? ഇനി ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് 68% ബ്ലാക്ക് എനർജിയാണ്, 27% ബ്ലാക്ക് മാറ്ററാണ്, ഇരുണ്ട ദ്രവ്യമാണ്. 67% ഇരുണ്ട ഊർജവും 27% ഇരുണ്ട ദ്രവ്യവും. പിന്നെയുള്ള 5% മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നമ്മൾ കാണുന്നത്. ഈ 5%-ത്തിലാണ് ഭൂമി, ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, സമുദ്രം, വനം, കപടന്മാരായിട്ടുള്ള മനുഷ്യര്, കാപട്യമില്ലാത്ത മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള്, പർവ്വതങ്ങള്, കൊടുമുടികള്, എല്ലാം, മരുഭൂമികള്. ആമാശയത്തിന് വേണ്ടി ആശയം പറയുന്നവര് മൈക്കിലൂടെ കേട്ടിട്ടില്ലേ? എല്ലാം ഈ 5% വരുന്നു.
അതിൽ ഭൂമി എത്ര ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ 0.0000 കൊണ്ട് ഒരു 53 0.53 അങ്ങനെ വല്ലതും വേണ്ടി വരും. അതിന് റൗണ്ട് ചെയ്ത് വരുമ്പോൾ 0 ഒന്നും ആയിരിക്കും കാണും. നമ്മൾ AI കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് വരുമ്പോൾ 0 ഒന്നും വേണ്ട കാണും. ഭൂമിയുടെ റൂൾ. അതിൽ ഭൂമിയിൽ 3/4 സമുദ്രവും മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് മാത്രം. അത് 97% അജ്ഞത, ബ്ലാക്ക് എനർജിയും ബ്ലാക്ക് മാറ്ററും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശാസ്ത്രീയമായി ചിന്തിച്ചാൽ. ഇങ്ങനെ ഇരിക്കെ നമ്മൾ വാദപ്രതിവാദത്തിൽ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും ചെന്ന് ചാടുക. ജീവിതത്തിൽ അതൊരു ഭാരമായി മാറും. നമ്മൾ കണ്ടില്ല ഈ തർക്കങ്ങൾ, വണ്ടി പൊട്ടി, നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാണാം ആൾക്കാരെ ലാസ്റ്റ് ഡേറ്റ് പോലെ ഓടുകയാണ്. സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നടന്നിട്ട്. പലരും ടോയ്ലറ്റിൽ പോകാൻ ഓടുകയാണ്. ഫാസ്റ്റ് ഫുഡ് കഴിച്ച്, മദ്യപിച്ച്, മയക്കുമരുന്ന് കഴിച്ച് ടോയ്ലറ്റിലേക്ക് ഓടുകയാണ് പലരും. നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴായിരിക്കും ഒന്ന് വണ്ടി വരസേ വല്ല ചെയ്ത് അതിൻ്റെ പേര് തർക്കമായി, അടിപിടിയായി, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ കലിയുഗത്തിൽ വാദപ്രതിവാദങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ജീവിതത്തിൽ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, സന്തോഷകരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മൗനം പാലിക്കുക. ആ മണ്ടൻ ജയിച്ചോട്ടെ, അഗ്നി ജയിച്ചോട്ടെ, അഗ്നിൻ എന്തോ പറഞ്ഞോട്ടെ, ആ മൂടൻ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് മൗനം പാലിക്കുക. മൗനം വിദ്വാനുഭൂഷണം. അല്ലെങ്കിൽ അത് പല ശാപവചനങ്ങളിലേക്കും അക്രമ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വഴുതി മാറാം, പല അപകടങ്ങളിലേക്കും. അതുകൊണ്ട് മൗനം പാലിക്കുക. മൗനം വിദ്വാനുഭൂഷണം. മണ്ടന്മാരും മൂടന്മാരും അജ്ഞന്മാരും ജയിച്ചോട്ടെ. അവരോട് വാദപ്രതിവാദം നടത്തി വിജയിച്ചിട്ട് എന്താ കാര്യം? ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വരണം. അല്ലെങ്കിൽ അതൊരു ഭാരമായിട്ട്, ജീവിത ഭാരമായിട്ട് നമ്മുടെ തലയിൽ വന്നു വീഴും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.